കഴിഞ്ഞ തവണ മത്സരിച്ച് വലിയ വോട്ട് ശതമാനം നേടിയ ഒരാളാണ്. ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ? ഏതാണ്ട് അതിന്റെ ഒരു പ്രചരണം നല്ലൊരു ഉച്ചസ്ഥായിലാണല്ലോ. അഞ്ചാം ഘട്ടമാണ്. സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ 2 ദിവസം മുമ്പ് തുടങ്ങി. വളരെ മികച്ച രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബിജെപിക്ക് ഈ മണ്ഡലത്തിൽ ഓരോ തവണയും വോട്ട് പെർസെന്റേജ് ഞങ്ങൾ അതിന്റെ കണക്കൊക്കെ ഇന്നലെ കൃത്യമായി പറയും കൂട്ടി വരുന്നു. താങ്കൾ വന്നപ്പോൾ കുറച്ചുകൂടി അതിന് വളരെ മെച്ചപ്പെട്ട സ്ഥിതിയുണ്ട്. ഇത്തവണ എങ്ങനെയാണ് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ളത് തന്നെയാണ്. കാരണം വോട്ടിംഗ് ശതമാനം കൂട്ടുക എന്നല്ല, ഇത്തവണ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. കാരണം രാജ്യത്ത് മുഴുവനുള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള ഗ്രാമീണ ജില്ലകളിൽ കർഷകരെ ഏറ്റവും കൂടുതലുള്ള ഇവിടെ കിസാൻ സമ്മാൻ നിധി പോലെയുള്ള കർഷകർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ അത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടായി മാറും. ഈ ചൂടാണല്ലേ ഇപ്പം എതിർ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ എതിരാളിയെ വന്നിരിക്കുന്നത്. പാലക്കാട് ജനിച്ചു വളർന്നുകൊണ്ട് പാലക്കാടിന്റെ ചൂട് കാര്യമായി ബാധിക്കാറില്ല. പക്ഷേ ഇന്നലെയെല്ലാം വളരെ കൂടുതലാണ്. മുൻകാലങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ട് പാലക്കാടത്തെ ചൂട് വളരെ കൂടുതലാണ്. പക്ഷേ പ്രവർത്തകരുടെ ആവേശവും അവരുടെ തയ്യാറെടുപ്പും കാണുന്ന സമയത്ത് ചൂടിനെ വകവയ്ക്കാതെ ഉച്ചയ്ക്ക് 2 മണിക്ക് പോലും തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചതിന് ശേഷമുള്ള ദിനചര്യകൾ ഒരുപാട് മാറ്റം വന്നു കാണുമല്ലോ? രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ചൂട് കാരണം നേരത്തെ ഇറങ്ങേണ്ടി വരും, ഒരു സമയത്ത് കയറേണ്ടി വരും, പിന്നെ വൈകിട്ട് പിന്നെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ടോട്ടലി എൻഗേജഡ് ആയിട്ട് മാറുകയാണ് ഓരോ ദിവസം അല്ലേ? അല്ല, എന്റെ പതിവ് അങ്ങനെയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയം അല്ലെങ്കിൽ പോലും കാലത്ത് വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. മുനിസിപ്പൽ കൌൺസിലർ ആയിരുന്ന സമയത്ത് 6-6:30 കൂടിയിട്ട് വാർഡിലെത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതേ പതിവാണ് ഇന്ന്. അതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് നേരത്തെ പ്രവർത്തനം തുടങ്ങുക എന്നുള്ളത് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരുപാട് ഞങ്ങൾ 2 ദിവസമായിട്ട് പല വിവിധ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം ദേശീയ സർക്കാരിനെതിരെയുള്ള നിരവധിയായ വിഷയങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട്. CAA ഉണ്ട്, ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി വിവാദമുണ്ട്. ഈ പാലക്കാട്ട് എന്താണ് ജനങ്ങൾ കൂടുതലായി പറയുന്നത് അവരെ കാണുമ്പോൾ? ഇത് CAA ഒന്നും അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നില്ല. കാരണം ജനങ്ങൾക്ക് CAA സംബന്ധിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറി. CAA ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് മാറി. ഇത് അവരെ ബാധിക്കില്ല എന്നുള്ള അവർക്ക് ബോധ്യമായി. ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതൊന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ കാര്യമായിട്ട് അത് ബാധിക്കാനും പോകുന്നില്ല. പാലക്കാട്ടെ പ്രധാനപ്പെട്ട വിഷയം കാർഷിക മേഖലയുടെ വിഷയമാണ്. അതുപോലെ തന്നെ കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ തകർച്ചയാണ്. പാലക്കാട് കുടിവെള്ളം പോലും എത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പാലക്കാട് അവരുടെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് താങ്കൾ MP ആയി വന്നാൽ എന്ത് തരത്തിലുള്ള ആശ്വാസം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏത് തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പാലക്കാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക ജില്ലയാണ്. 2 മുന്നണികളും പാലക്കാടിന് നെല്ലറിയായിട്ടുള്ള പാലക്കാടിനായിട്ട് കാർഷിക രംഗത്തിനായിട്ട് നെൽകർഷകർക്കായിട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്തിയിട്ടില്ല. പാലക്കാട് ജില്ലയിലുള്ള മുതലമട മാംഗോ സിറ്റി എന്നറിയപ്പെടുക, മുതലമടയ്ക്ക് മാംഗോ സിറ്റി പാക്കേജ് പ്രഖ്യാപിച്ചു, അത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ പാലക്കാടത്തെ കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. പാലക്കാടിനായിട്ട് ഒരു പ്രത്യേക കാർഷിക പാക്കേജ് അത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കേജ് തയ്യാറാക്കി പാലക്കാടിനായിട്ട് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിപ്പിക്കും. മറ്റെല്ലാ ജില്ലകൾക്കും വന്നിട്ടുണ്ട്. വയനാടിനുണ്ട്, കുട്ടനാടിനുണ്ട്, അങ്ങനെ നിരവധി പാക്കേജ്. ഇടുക്കിക്ക് പ്രത്യേക പാക്കേജ് വന്നിട്ടുണ്ട്. പാലക്കാടിനില്ല, കാർഷിക ജില്ലയായിട്ട് അതുണ്ട്. കഞ്ചിക്കോട് വ്യവസായ മേഖല ഇന്ന് ഏറ്റവും തകർച്ചയിലാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖല മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യവസായ ഇടനാഴി ഈ വഴിക്കാണ് കടന്നു പോകുന്നത്. അതെല്ലാം പ്രയോജനപ്പെടുത്തി കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ റീവാമ്പിംഗ് അത് ഉണ്ടാവും. അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് പാലക്കാട് ഏറ്റവും പുറകിലാണ്. ഒരു മെഡിക്കൽ കോളേജ് 10 വർഷമായി അതിന്റെ പണി ആരംഭിച്ച് ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പാലക്കാട് കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് അത് പാലക്കാട് കൊണ്ടുവരും. അതെന്റെ ഉറച്ച വാഗ്ദാനമാണ്. പാലക്കാട്ടുകാർക്കായിട്ട് ഏറ്റവും ചികിത്സയിൽ രംഗത്ത് പുറകിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. അത് പാലക്കാടിനായിട്ട് കൊണ്ടുവരും. ഞങ്ങൾ പല ജില്ലകളിലും പോയപ്പോൾ പ്രധാനമായും ബിജെപിക്കും കേന്ദ്ര സർക്കാരിന് വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം ജനങ്ങൾ ഉയർത്തുന്നത് ഈ പെട്രോൾ ഡീസൽ വിലയും LPG വിലയിലും വലിയ ആശ്വാസം ഉണ്ടാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ നൽകിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 10 വർഷമാകുന്നു. അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വില രണ്ടിന്റെയും വലിയ തോതിൽ ഉയരുകയാണ് ചെയ്തത്. ജനങ്ങൾ എന്നോട് ചോദിക്കുന്നത് കേന്ദ്രം കുറച്ചിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ കുറച്ചില്ല എന്നുള്ളത്. കേരളത്തിലെ സർക്കാർ പെൻഷന്റെ പേര് പറഞ്ഞ് സെസ് ഏർപ്പെടുത്തി, അധിക നികുതി കുറച്ചില്ല. എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് യഥാസമയം പെൻഷൻ കൊടുക്കുന്നില്ല. ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചല്ല ഇപ്പോൾ പരാതി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച പരാതി. വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നൽകാത്ത സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് കേരളത്തിലെ വികാരം.
ഈ എതിരെയുള്ള മത്സരിക്കുന്ന രണ്ട് LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ, ഒരാൾ സിറ്റിംഗ് MP, മറ്റൊരാൾ ഇവിടുത്തെ പ്രധാന നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ താങ്കൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എന്ത് അധികമായി ജനങ്ങൾ ചിന്തിക്കണമെന്നുള്ളതാണ്, എന്തൊക്കെ ഘടകങ്ങൾ ചിന്തിക്കണം? ഇത് വാർഡ് ഇലക്ഷനല്ല, ഇത് വ്യക്തി കേന്ദ്രീകൃത ഇലക്ഷനല്ല. ഇത് ഈ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മുൻനിർത്തിയാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മോദി നയിക്കുന്ന NDAയും സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും നയിക്കുന്ന ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. ആ സഖ്യത്തിന്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക്, പാലക്കാടിലെ ജനങ്ങൾ അതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല. മോദിയും ഇപ്പുറത്തുള്ള ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. ഈ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് തന്നെ വോട്ടിൽ വലിയ വ്യത്യാസം കൂടിയുണ്ട്. 2,18,000, മറ്റേതെല്ലാം ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലാണ് 2ാം സ്ഥാനക്കാരുള്ള വ്യത്യാസം. ഈ വലിയൊരു മാർജിൻ മറികടക്കുന്ന ഒരു ആത്മവിശ്വാസം പിന്നിൽ എന്താണ്? തീർച്ചയായിട്ടും MP രാജേഷ് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് ഇവിടെ ജയിച്ചത്. ആ 1 ലക്ഷം വോട്ട് മറികടന്നിട്ടാണ് VK ശ്രീകണ്ഠൻ ഇവിടെ ജയിക്കുന്നത്. 1300-ലധികം ബൂത്തുകളുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷം എന്നുള്ളത് ഒരു മാർജിനല്ല. ഒരു ബൂത്തിൽ 100 വോട്ട് അധികം വാങ്ങാൻ കഴിഞ്ഞാൽ 1,30,000 വോട്ടായി. കഴിഞ്ഞ തവണ MP രാജേഷിന് സംഭവിച്ചത് അതുതന്നെയാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുണ്ടായിരുന്ന MP രാജേഷ് ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് VK ശ്രീകണ്ഠൻ ജയിക്കുന്നു. അപ്പോൾ 1 ലക്ഷം എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ ഗ്രാമ പ്രദേശങ്ങളിൽ പോലും മോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ച 8 ലക്ഷത്തിലധികം ആളുകൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അവരാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്നത്. അവരിത്തവണ മോദി സർക്കാരിന്റെ അനുകൂലമായിട്ട് NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അത് പക്ഷേ അപ്പോഴും നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങളും മോദിയുടെ ഒരു കരിസ്മയും ഒക്കെ വലിയ പ്രചരണായുധമാണ് BJPക്ക് ദേശീയ തലത്തിൽ. പക്ഷേ അതിനപ്പുറമുള്ള പ്രചരണമാണല്ലോ ഈ CAA ഒക്കെ ബന്ധപ്പെട്ട് LDFും UDFും. അവരുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ആരാണ് CAA എതിർത്തതിന് മുന്നിൽ എന്നുള്ള തരത്തിലാണ് ജനങ്ങൾക്ക് മുന്നിൽ. അവർ തമ്മിൽ ആ ഒരു കോമ്പറ്റീഷൻ അതിലാണ്. അപ്പോൾ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള പ്രചരണം BJPക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ 2 മുന്നണികളും വോട്ടിനായിട്ട് നടത്തുന്ന ദുഷ്പ്രചരണമാണെന്നുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം മനസ്സിലാക്കി കഴിഞ്ഞു. CAA വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരാളും ഇന്ത്യ വിട്ടു പോകേണ്ടി വരില്ല, ഈ രാജ്യം വിട്ടു പോകേണ്ടി വരില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരെ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള പ്രചരണവും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനൊന്നും പോകുന്നില്ല. 2 മുന്നണികൾക്കും ന്യൂനപക്ഷ വോട്ടിനെ എല്ലാ കാലത്തും പ്രീണിപ്പിച്ച് ന്യൂനപക്ഷ വോട്ട് ലഭിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് നടക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇത്തവണ കേരളത്തിൽ നിന്ന് BJPക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. പ്രധാനമന്ത്രി തന്നെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലിപ്പോൾ 7 തവണയാണ് വന്നത്. കേരളത്തിലും ഈ വർഷം തന്നെ 3-4 തവണ എത്തി. എന്താണ് ഈ BJP ഇത്തവണ ഈ സൗത്ത് ഇന്ത്യയെ കൂടുതൽ, സൗത്ത് ഇന്ത്യ കഴിഞ്ഞ തവണ വളരെ കുറവായിരുന്നു, നോർത്ത് ഇന്ത്യ പോലെ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ BJP ഓൾറെഡി വലിയ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. അവിടെ പരമാവധി സീറ്റുകൾ നേടിക്കഴിഞ്ഞു. തെക്കേ ഇന്ത്യയാണ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് മുന്നേറ്റം നടത്താൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങൾ. ഇത്തവണ ആ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ആ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി കൂടുതൽ തവണ വരുന്നത്. BJPയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാജി ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. വിജയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ. അപ്പോഴത്തെ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ് അല്ലേ? ഇന്നത്തേക്ക് എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് കോങ്ങാട് മണ്ഡലത്തിലാണ്. കാലത്ത് കോങ്ങാട് മണ്ഡലത്തിലെ കരിമ്പ, കാഞ്ഞിരപ്പുഴ പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം പറളി, മങ്കര പ്രദേശങ്ങളിലുമാണ്. അപ്പോൾ എല്ലാ വിജയാശംസകളും. വലിയ ഉപകാരം ഞങ്ങളോടൊപ്പം എത്ര സമയം ചെലവഴിച്ചത്. ഏതായാലും C. കൃഷ്ണകുമാർ BJPയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പങ്കുവച്ചത്. ഇനി